ഇങ്ങോട്ട് ഓടി വന്നേടാ. ചേട്ടാ ഒരു 500 രൂപ എടുക്കാനുണ്ടായിരിക്കോ? കൈ കാണത്തില്ല, ഗൂഗിൾ പേയില് കാണും. എന്നാ ഞാനേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ വരും. പുള്ളിക്ക് പറ്റത്തൊന്നുമില്ല, ചുമ്മാ ഇതെല്ലാം പാഴ്ചെലവ്. ഈ മാസം ഇനി എന്തായാലും പരിപാടി കിടക്കുവാന്ന് എന്റെ വിചാരം. അവിടെ വന്നിട്ട് ആ പൈസ എടുക്കും ഈ പൈസ എടുക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും തന്നു ഏൽപ്പിച്ചിട്ടുള്ളൂ. ചേട്ടാ കഷ്ടമുണ്ട് ചേട്ടാ. ഞാൻ വീട്ടിലായിരുന്ന എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നാനെ. ഇവിടെ വന്ന് എനിക്ക് ചേട്ടനോടല്ലാതെ ഞാൻ പിന്നെ വേറെ ആരോട് പറയാനിട്ട. ചേട്ടാ നിർത്ത്, മേടിച്ചു, ഞാൻ കൊടുത്തോളാം. എന്നാ ചവയ്ക്കുന്നു? ശ്വാസം മുട്ടുന്നുണ്ടോ? ശ്വാസം വലിച്ചു വിടുന്നുണ്ടല്ലോ. എന്നാ പറ്റിയേ? വയ്യേ? ഞാൻ കരയുവാന്ന് സങ്കടപ്പെട്ടിരിക്കുവാന്ന് നിനക്ക് അറിയത്തില്ല അല്ലേ? പറഞ്ഞിട്ട് പിടികിട്ടി. എന്നാ പ്രശ്നം? എന്നാ അമ്മേ എന്നാ പറ്റിയെന്ന്? ഒരുത്തി വന്നിരുന്ന് പറഞ്ഞപ്പോ അവക്ക് പൈസ കൊടുക്കുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു. എന്നാ തള്ള ഇവിടെയുണ്ട്. ആ തള്ളയ്ക്ക് ഒരു ഫൗണ്ടേഷൻ വേണോ, അല്ലെ എന്തെങ്കിലും ഒരുങ്ങാനുള്ള സാധനം വേണോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കുക. ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അമ്മ ഇപ്പൊ എവിടെ പോകാൻ പോവാ? തള്ളയ്ക്ക് ഇപ്പൊ ഫൗണ്ടേഷൻ ഇട്ടിട്ട് എവിടെ പോകാനാ? തള്ളയ്ക്ക് പ്രായമായില്ലേ? കണക്കാണ് നാളെ നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുമല്ലോ. ദയവ് ചെയ്ത് കരയാതിരിക്കുക. എന്ത് സാധനം വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. പ്ലീസ് കരച്ചിലാണ്. മോനെ മോനെ ഇതന്നെ ഇത് ഇന്നലെ പൈസ കൊടുത്തേ കേട്ടോ. ചേട്ടൻ പൈസ തരുവേ. അതിന് പൈസ കൊടുത്തേക്കണേ. എടാ നിനക്കൊരു പണിയില്ലേ? വേറെ ഒരിടത്തും ഡെലിവറി ഇല്ലേ? അപ്പൂട്ടാ ഇങ്ങോട്ട് ഓടി വന്നേടാ. എടാ പണി ഇതിന്റെ പൈസ കൊടുത്തേ. ആ ചെറുക്കന് പോയിട്ട് വേറെ ഡെലിവറി ഉള്ള. എടാ മോനെ, ഈ നാട്ടിലുള്ള എല്ലാം കൊണ്ടൊന്നും നീ ഇവിടെ ഇറക്കണമെന്നില്ല. വല്ലപ്പോഴും റീഷെഡ്യൂൾ ചെയ്തു, ഇല്ലേ അടിച്ചു കളഞ്ഞു. ഞങ്ങൾ എപ്പോഴും ഇവിടെ കാണുന്നില്ല. നിനക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറേക്ക് ഇഷ്ടം പോലെ വീടുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്ടു. ഇങ്ങോ ചേട്ടൻ പിടിച്ചെടുത്തേക്കാന്നല്ലേ? ചേട്ടാ ഞാൻ ഇത്ര നേരം നിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുമ്പോൾ നിന്റെ കയ്യിൽ അതില്ലായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ളതാന്ന് പറഞ്ഞുകൂടായിരുന്നു. എത്ര രൂപയുടെ സമാധാനങ്ങളാണ്. അതെ, ഇവിടെ നോക്ക്. നിങ്ങൾ രണ്ടുപേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തിവെക്കണം. ദൈവി അത് നിർത്തിവെക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മാസം ഇതുവരെ എന്തെങ്കിലും സാധനങ്ങൾ എത്ര രൂപയുടെ മേടിച്ചു കൂട്ടിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. അമ്മേ പ്ലീസ്, ഭാര്യയെ പ്ലീസ്, എന്നെ കൊണ്ട് പറ്റാത്തതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പരിപാടി നിർത്തണം. അമ്മേ പ്ലീസ്. എടാ മോനെ, ഇവിടെ പലരും വാങ്ങിച്ചു കൂട്ടുന്ന സാധനത്തിന് എത്രയൊന്നും ഞാൻ വാങ്ങിച്ചു കൂട്ടുന്നില്ല. പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ട് ഈ മാസം എനിക്ക് അമ്മയ്ക്കൊന്നും വേണ്ട, അടുത്ത മാസത്തേന് മതി. ചേട്ടാ ഇവിടെ പലരും വാങ്ങിക്കുന്ന പോലെ വില കൂടിയ സാധനങ്ങളൊന്നും അല്ല ഞാൻ വാങ്ങിക്കുന്നത്. എനിക്ക് 1-2 സാധനങ്ങൾ വേണമായിരുന്നു. ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട. രണ്ടുപേരോടും അതിയായ നന്ദിയുണ്ട്. അല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ? ഓ എന്നാ പറയാനാവേ, ഒരു സാധനം പോലും വാങ്ങിച്ചു തരുന്നില്ല. എന്തെങ്കിലും വാങ്ങിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ അത് അമിത ചെലവാന്നാ പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഒരു ചുരിദാറിന്റെ സെറ്റ് കണ്ട് 1200 രൂപയെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് വില കൂടുതലല്ല, സെപ്പറേറ്റ് വാങ്ങിക്കുവാണെങ്കിൽ ഇത്ര ആകുമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് അത് വാങ്ങിപ്പിച്ചില്ല, ഇത്ര ആകത്തില്ലെന്ന് പറഞ്ഞു.
എന്നാ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴോ അയ്യോ അത് അതിലും ഭയങ്കര വില, അത് വാങ്ങിക്കണമെന്ന് അവർ അതും വാങ്ങിച്ചില്ല. ഒരു സാധനം വാങ്ങിച്ചു തരത്തില്ല. കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ട് ഒരു സാധനം ഓർഡർ ചെയ്തു, പൈസ ചോദിച്ചപ്പോഴേക്കും പൈസ ഇല്ല, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ കൊണ്ട് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഒന്നും വാങ്ങിച്ചു തരത്തില്ല. എനിക്ക് എന്റേതായ ആവശ്യങ്ങളില്ലേ, എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിക്കണ്ടേ. ഇവന്റെ അച്ഛൻ ഇതിലും വലിയൊരു പിശുക്കനായിരുന്നു. അന്ന് എൻ്റെ കൂടെ നിൽക്കാനായിട്ടൊരു കൈയില്ലായിരുന്നു എനിക്ക്. ഒരാളുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇതായിരുന്നു. ഇന്നിപ്പം ഞാൻ പറയുന്ന പോലെ നീ എൻ്റെ കൂടെ നിന്നാ നമുക്കിവിടെ പലതും ചെയ്യാൻ പറ്റും. ഇപ്പം എങ്ങനെയുണ്ട് വർക്കൗട്ടായോ എൻ്റെ ബുദ്ധി? തന്നെ